അത് കട്ട് ചെയ്യാനുള്ള കാരണം എന്താ? ഡേഞ്ചർ അല്ലേ അസീസ്ക? അതേ ഡേഞ്ചറാണ്. കട്ട് ചെയ്യാനുള്ള കാരണം ഇത് ആരും എടുക്കുന്നില്ല. അപ്പൊ ഈ പുറത്തിട്ടിരിക്കുന്ന ഈ കെമിക്കലും ഈ അലുമിനിയവും ഇല്ലേ, ഇത് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടപ്പം പൊട്ടിത്തെറിക്കുന്നത് ഒരിക്കലും സംഭവിക്കില്ല. അത് ഇതായിരിക്കില്ല, ഇതായിരിക്കും, സ്കൂട്ടറിന്റെ ആയിരിക്കും. ഇതിപ്പം 72H അല്ലേ? ഇത് 72H ആണ്. ഇതിൻ്റെ അകത്തുള്ള ഈ കോപ്പറും പിന്നെ അലൂമിനിയം വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? അപ്പൊ ഈ എന്താ പറയാ, നമ്മൾ തീർന്ന ബാറ്ററി ആരും കളയേണ്ട ആവശ്യമില്ല. ഒരിക്കലും കളയേണ്ട ആവശ്യമില്ല. നല്ല പൈസ നിങ്ങൾ ചൂഷണം ചെയ്യാണ്, ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് ചൂഷണം ചെയ്യാണ്. നമസ്കാരം, നമ്മളിപ്പം ഫറൂഖിലാണ് ഉള്ളത്. ഇതാണ് അസീസ്ക. അസീസ്കനെ നമ്മള് കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം വീഡിയോ കണ്ടവർക്കൊക്കെ അസീസ് ഖാൻ അറിയായിരിക്കും. അപ്പൊ എന്നെ അസീസ് ഖാൻ 2 ദിവസം മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ലിഥിയം അയൺ ബാറ്ററി കട്ട് ചെയ്തു അല്ലേ? അപ്പം അത് കട്ട് ചെയ്യാനുള്ള കാരണം എന്താ? ഡേഞ്ചർ അല്ലേ അസീസ് ഖാൻ? അതേ ഡേഞ്ചറാണ്. കട്ട് ചെയ്യാനുള്ള കാരണം ഇത് ആരും എടുക്കുന്നില്ല. കാരണം വെച്ചാല് അപ്പോ ഇത് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഒരു എന്താണ് ഇപ്പൊ ഇതില്? ഇനി വെറും കെമിക്കൽ തന്നെ ആണോ, ഇനി അതിനുള്ളിൽ വേറെ എന്തെങ്കിലും ആണോ, അല്ലെങ്കിൽ ഇത് സൂത്രാണോ എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. അപ്പൊ അതിന്റെ പേരില് ഞാൻ ഡൽഹിയിലുള്ള എന്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ച് അവൻ പറഞ്ഞ് ഞങ്ങളിത് കട്ട് ചെയ്ത് നോക്കി. അപ്പൊ ഞങ്ങൾക്ക് ആരും എടുക്കാത്തത് കാരണം കട്ട് ചെയ്തതാണ്. അപ്പോ കട്ട് ചെയ്തപ്പോ അതിൽ കുറച്ച് വിൽക്കാനുള്ള സാധനങ്ങളൊക്കെ അവർക്ക് കിട്ടിയെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ എന്നോട് ഇങ്ങനെ കട്ട് ചെയ്യേണ്ട രീതികളും പറഞ്ഞു. എനിക്കൊരു വീഡിയോ തന്നു എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. ശ്രദ്ധാപൂർവം ചെയ്യണം. ചാർജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോ ചാർജ് ഒരു അംശം ഒളിഞ്ഞു നിൽക്കും, അതറിയാൻ പറ്റൂല. അപ്പൊ അതിനെ കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ബ്ലേഡ് തമ്മിൽ തട്ടുമ്പോ സ്പാർക്കിങ് വരും, പൊട്ടിത്തെറി സംഭവിക്കും. അപ്പോ അതിനെ തരണം ചെയ്തിട്ടുള്ളൊരു വീഡിയോ എനിക്ക്, അതങ്ങനെ സംഭവിക്കാണ്ടിരിക്കാനുള്ള ഒരു വീഡിയോ എനിക്ക് ആദ്യം അയച്ചു തന്നു. അതിന്റെ ശേഷമാണ് ഞാൻ ഇത് കട്ട് ചെയ്തത്. പക്ഷെ ഞാൻ കട്ട് ചെയ്തപ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കട്ട് ചെയ്ത് നിങ്ങൾ ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്കിപ്പോ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമോ? അല്ലെങ്കിൽ പഴയ കട്ട് ചെയ്തതിന്റെ വീഡിയോ ഉണ്ടോ? ഉണ്ട്. അപ്പൊ നമ്മൾ ആ വീഡിയോ നിങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കാം. ഓക്കെ. അതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാണിക്കാൻ പറ്റിയ സാധനങ്ങൾ എന്തൊക്കെയാ ഉള്ളത് ഇതിന്റെ അകത്ത്? ഇതിലിപ്പോ കാണിക്കാൻ പറ്റിയ ഇതാണ് ലിഥിയം ബാറ്ററി. ഇവിടെ കാണുന്നത് ഇതാണ് ഇപ്പൊ കട്ട് ചെയ്തത്. ഇതിന്റെ അകത്തുനിന്ന് ഒന്നെടുത്തിട്ടാണ് ഇതേപോലത്തെ ഒന്നെടുത്തിട്ടാണ് നിങ്ങൾ കട്ട് ചെയ്തത് അല്ലേ? അതെ, 700 ഗ്രാമുള്ള ഒരു ബാറ്ററി. ഓക്കെ. ഇത് 72H ആണ്. പിന്നെ ഇത് കാറിന് ഓട്ടോറിക്ഷക്ക് മാത്രം വരുന്ന ബാറ്ററിയാ, ബൈക്കിന് വരുന്ന ബാറ്ററി അല്ല. അതൊന്നും പോയി കട്ട് ചെയ്യരുത്. ബൈക്കിന് വരുന്ന ബാറ്ററി ഇതാണ് ബൈക്കിന് വരുന്ന ബാറ്ററി. അപ്പോ ഇത് കാറിനും ഓട്ടോറിക്ഷക്കും മാത്രമായിട്ട് വരുന്ന ലിഥിയം ബാറ്ററിയാണിത്. ഓക്കെ. ഇതിനകത്ത് കട്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് കിട്ടിയത്? കട്ട് ചെയ്തതാ. ഇതിലിപ്പോ കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് അലൂമിനിയം പേപ്പറാ. അലൂമിനിയാണ് ഇത്. അതിനെ കട്ട് ചെയ്ത ഭാഗമാണിത്. ഇത് ഇങ്ങനെയാണ്. ഇത് അലൂമിനിയം പേപ്പർ. ഇതുപോലെ തന്നെ ചെമ്പ് പേപ്പറുണ്ട്. ഇത് ചെമ്പ് പേപ്പറാ. ഇത് ചെമ്പ് പേപ്പർ ഞാൻ നമുക്ക് വിൽപ്പന നടത്തി. അത് എത്ര പൈസ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ട്. ചെമ്പ് കോപ്പറിന് നല്ല വില ഉണ്ടല്ലോ. അപ്പൊ അതിനു വേണ്ടി ഞാൻ വിറ്റ്. കുറെ ഉണ്ടായിരുന്നു. അതായത് ഇത്ര തന്നെ 100 പേപ്പർ. ഇത് ഒരു പേപ്പർ. അതായത് ഇവിടെ നമ്മൾ ഒരു അലൂമിനിയം പേപ്പർ വെച്ചില്ലായിരുന്നു. ഇതുപോലത്തെ പേപ്പറുകളാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവൂതാ. ഓരോരോ പീസ് ഇങ്ങനെ എതൽ കണ്ടില്ലേ? ഓരോരോ അതേ പീസ്. ഇത് അലൂമിനിയം പീസ്, ഇത് കോപ്പർ പീസ്. അപ്പൊ കോപ്പർ പീസ് ഞാൻ വിൽപ്പന നടത്തി. ഇനിയിപ്പോ ഇത് അലൂമിനിയം പേപ്പറാണ്. ഇതാണ് ഇതിലുള്ള കെമിക്കല്. ഇങ്ങനെ അടർന്നു പോരുന്ന ഇതാണ് ഇതിന്റെ കെമിക്കല്. പിന്നെ ചെമ്പ് പേപ്പറിലുള്ളത് ഈ കെമിക്കലല്ല. അത് ഒരു കരിക്കട്ട പോലത്തെ കെമിക്കലാ. അത് വെള്ളത്തിലിട്ട് ഞാൻ കഴുകി വേസ്റ്റ് ഒഴിവാക്കി അങ്ങനെ ഇതുപോലെ പേപ്പറാക്കി. ഇതുപോലത്തെ പേപ്പർ 100 പേപ്പർ ഉണ്ടായിരുന്നു. ഇതേപോലെ അലൂമിനിയം പേപ്പർ 100 പേപ്പർ ഉണ്ടായിരുന്നു. 72H. ലിഥിയം എന്ന് പറയുന്നത് ഇപ്പൊ ഒന്നുകിൽ ഈ കറുത്ത പേസ്റ്റും അതിലുണ്ടായിരുന്ന കറുത്ത പേസ്റ്റും ആയിരിക്കും. അത് ഇങ്ങനെ പേപ്പർ ഇങ്ങനെ കവറിലാണ് വരിക. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ എക്സാമ്പിൾ ഞാൻ കാട്ടിത്തരാം. ഇത് അടയാളം കണ്ടോ? ഈ അടയാളം കാണാ. ഓരോ പീസ് വെച്ച അടയാളമാണ്. ഇതാ കേട്ടോ അടയാളം. ഇതിങ്ങനെ ഓരോരോ പീസ് വെച്ച അടയാളം. ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. കണ്ടോ ഓരോ അടയാളം. ഇതിങ്ങനെ ഓരോ പീസിന്റെ അടയാളം. ഇവിടെ അലൂമിനിയം ആണെങ്കിൽ ഇവിടെ ചെമ്പായിരിക്കും, ഇവിടെ അലൂമിനിയം, ഇവിടെ ചെമ്പ്. മടക്കി ആണ് ഇതിന്റെ. ആ വീഡിയോയിൽ ഇതുണ്ടോ? വീഡിയോയിൽ ഇത് കാണിക്കുന്നുണ്ട്. ഇത് നല്ല നീളം ഉണ്ടാവും.
ഇത് ഏകദേശം ഒരു 100 മീറ്ററിലെ മേലെ വരും നീളത്തിൽ. ഇതിങ്ങനെ അടക്കി നമ്മൾ പേപ്പർ അട്ടി വെക്കണമായിരിക്കും. ഒരു പുസ്തകം അട്ടി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെ ഉണ്ടാവും. അതാണ് ലിഥിയം. അല്ലാതെ ലിഥിയം എന്ന് വെച്ചിട്ട് വേറെ ഒന്നും അതിലില്ല. ഞാൻ പൊട്ടിച്ച് പിന്നെ ഈ അലൂമിനിയം, ഈ വേസ്റ്റ്, കോപ്പർ ഞാൻ എത്ര കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി ഞാനത് വിറ്റു. ഇതാണ് ഇതിന്റെ കെമിക്കല്. ഇതിപ്പം 72H അല്ലേ? ഇത് 72H ആണ്. ഇതിന്റെ അകത്തുള്ള ഈ കോപ്പറും പിന്നെ അലൂമിനിയം വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? ഇപ്പൊ കോപ്പർ ഞാൻ 400 രൂപയ്ക്ക് വിറ്റ്. 400 രൂപ കോപ്പർ ഞാൻ വിറ്റ്. ബാക്കിയുള്ള ഇവിടെ ഉണ്ട്. ഓക്കെ, അത് വിറ്റാ കിട്ടുമോ? കാശ് കിട്ടുമോ? ഇത് വിറ്റ് പൈസ കിട്ടും. ഏകദേശം അത് എനിക്ക് അറിയില്ല, എന്നാലും വിറ്റിട്ടില്ലല്ലോ. ഞാൻ ആദ്യത്തെ കോപ്പറിനാണല്ലോ വില കൂടുതൽ. അപ്പൊ അതിൻ്റെത് ഞാൻ വിറ്റുന്നുള്ളൂ. ബാക്കി ഇത് ഇവിടെ ഉണ്ട്. എന്തായാലും ഒരു 400-500 രൂപേന്റെ അടുത്ത് കിട്ടും. എല്ലാം കൂടെ കിട്ടും. പക്ഷെ ഇത് ആരും വിപണിയിൽ ആരും എടുക്കണില്ല. അപ്പൊ 1-500 കിട്ടുകയാണെങ്കിൽ മൊത്തത്തിലല്ലേ എത്ര എണ്ണം ഉണ്ട്? ഇത് 16 30 ഒരു വണ്ടിയിൽ 32 എണ്ണം ഉണ്ടോ? അപ്പൊ 32 × 500 അല്ലേ? അതെ അത്രയും കിട്ടും. ഇതിപ്പോ പൗതിയാണ്, ഒരു വണ്ടിയിലെ പൗതിയാണ് ഈ 16 32 ബാറ്ററി. അത് റിക്ഷക്കാർക്ക് അറിയാൻ പറ്റും. കാരണം 32 ബാറ്ററിയാണ്. ഇനിയിപ്പോ നമുക്ക് ഇവിടെ കാണാമല്ലോ. ഇവിടെ വന്നാൽ തന്നെ 32 സെല്ലുള്ള കാണാമല്ലോ. ഒരു വണ്ടിയിലെ സെല്ലാണ്. 2 സെറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ് എങ്കിൽ കൂടി 2 സെറ്റ്. അവിടെ ഒരു സെറ്റാണ് നമ്മൾ കണ്ടത്. അതിന്റെ രണ്ടാമത്തെ സെറ്റാണ് ഇത്. അപ്പൊ 16 32. അപ്പൊ ഈ എന്താ പറയാ, നമ്മൾ തീർന്ന ബാറ്ററി ആരും കളയേണ്ട ആവശ്യമില്ല. ഒരിക്കലും കളയേണ്ട ആവശ്യമില്ല. നല്ല പൈസ നിങ്ങൾ ചൂഷണം ചെയ്യാണ്. ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് ചൂഷണം ചെയ്യാണ്. അപ്പൊ ആ ചൂഷണത്തിൽ ആരും പെട്ടുപോകരുത്. ചെറിയ പൈസ ഒരു തരൂ അല്ലേ? അവരെന്തെങ്കിലും നിങ്ങൾക്ക് തക്കാപ്പിച്ച് തന്നെങ്കിൽ നിങ്ങൾ കഴിച്ചു നോക്കും. പക്ഷെ എന്തായാലും അത് 5000 മേലോട്ടുണ്ടാവും. അപ്പൊ അത് രക്ഷക്കാർ വളരെ ശ്രദ്ധിക്കണം. അല്ല, നിങ്ങൾ പറഞ്ഞ മാതിരി കണക്ക് കൂട്ടുകയാണെങ്കിൽ 5000 ഒന്നല്ല, നല്ല കാശ് കിട്ടുമല്ലോ. കിട്ടും. അപ്പോ അല്ല, അത് ഞങ്ങൾക്ക് കിട്ടുന്ന, ഞങ്ങൾക്ക് പിന്നെ അതിനെ കുറിച്ച് ജോലി ഉണ്ടല്ലോ. അല്ല, നിങ്ങൾക്ക് പിന്നെ അതിന്റെ പണി എടുക്കുന്നുണ്ടല്ലോ. പണിയെടുക്കണം. അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടു തന്നാലും 5000 കിട്ടും പോയത്. പിന്നെ 5000 അല്ല, അത്ര വരും എന്ന് പറഞ്ഞാൽ ഏകദേശം 32. ഞാൻ അങ്ങനെ ഞാൻ വണ്ടി മൊത്തമാണ് എടുക്കല്. ഏകദേശം ഒരു ബാറ്ററിക്ക് 500 6-7 ഉറുപ്പിക അടുത്ത് നിങ്ങളെ ഓരോ റേറ്റിൽ കിട്ടും. അപ്പൊ ആരെങ്കിലും ബാറ്ററി, അതായത് ഇപ്പൊ കളയാൻ വേണ്ടി വെച്ച ബാറ്ററി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നാൽ മതി. അത് സ്കൂട്ടറിലല്ല, ഓട്ടോറിക്ഷ, കാർ, അതിന് കണക്കായിട്ടുള്ള പൈസ ഞങ്ങൾ തരും. ആരും ഉപേക്ഷിച്ച് പോരണ്ട, അവരൊന്നും തരൂല. ഇത് ചെയ്യാൻ, ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഈ തെക്കൻ ജില്ലയിൽ നിന്ന്, അതായത് എറണാകുളം കഴിഞ്ഞിട്ടുള്ള ജില്ലയിൽ നിന്ന് പലരും ബാറ്ററി അവിടെ ഉപേക്ഷിച്ച് പോരുക. അവര് പറയാണ് ഇത് നിങ്ങൾ കൊണ്ടുപോകണ്ട, അത് പൊട്ടിത്തെറിക്കും, ഇത് അപകടമാണ്, പേടിപ്പിക്കുക. എന്നിട്ട് ഈ വണ്ടിയുടെ 50% ആളുകളും വൃത്തിയുള്ള വണ്ടികൾ ബാറ്ററി മാറ്റുന്നുണ്ട്. കാരണം പറഞ്ഞാൽ വണ്ടി വൃത്തി ഉണ്ടാവും. അപ്പൊ പിന്നെ ബാറ്ററി മാറ്റിക്കാണെങ്കിൽ അവർക്ക് ഓടിക്കാലോ. ഇപ്പൊ മൈലേജ് കൂടുതലും വില കുറവും. അന്ന് മൈലേജ് കുറവും വില കൂടുതലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആളുകൾ ബാറ്ററി മാറ്റുന്നുണ്ട്. വിലയും കുറവാണ്, മൈലേജും കൂടുതലാണ്. അപ്പൊ ചില ആളുകൾ ബാറ്ററി മാറ്റുന്നുണ്ട്. അപ്പൊ ഈ മാറ്റുന്നവർ ഒരിക്കലും ബാറ്ററി അവിടെ ഉപേക്ഷിച്ചിട്ട് പോരേണ്ട ആവശ്യമില്ല. ഇവിടെ കൊണ്ടുവരിക, ഞങ്ങൾ അതിന് വില തരും. അല്ലെങ്കിൽ നിങ്ങൾ കുറേ അയച്ചാലും മതി, ഞങ്ങളത് സ്വീകരിക്കും. നിങ്ങളിത് എന്താ ചെയ്യാന്നിട്ട്? ഞാൻ ഹരിയാനയിലേക്ക് ഇവിടെ ആയിരുന്നത്. കാരണം വെച്ചാൽ ഞാനിത് ഇവിടെ ഇത് നിൽക്കും. ഇത് എക്സാമ്പിൾ ഇതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട്. അവരും ചെയ്യുന്നതാ, അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെ. വേറൊന്നല്ല അവരും ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അതിനുള്ള സമയമില്ല അത് പൊട്ടിക്കാനോ. ഞാൻ എന്താണ് ഇതിനുള്ളിൽ എന്നുള്ളത് അറിയണം. ഇത് അറിഞ്ഞു കഴിഞ്ഞാലേ ഇത് സത്യം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇപ്പം പറഞ്ഞല്ലോ, 400 ഉറുപ്പിക്ക് ഞാൻ കോപ്പർ വിറ്റ്. ഒന്നും വേണ്ട, കോപ്പർ മാത്രം ഒരു സെല്ലിന്റെ ഉള്ളില്. അപ്പൊ എന്താണ് ഇത് ഇരുമ്പ് പിടിക്കാൻ ഞങ്ങൾക്ക് വേണ്ട. ഇവിടെ മലബാറിലെ ഏറ്റവും വലിയ ആക്രി ശേഖരണ പട്ടാമ്പിയില, മലബാറിലെ. അവര് വരെ വേണ്ടെന്ന് പറഞ്ഞത് എവിടെ കൊണ്ട് കൊടുക്കും? ഒന്നാമത് ഇത് പേടിണ്ടാവും. അതെ, ഒന്ന് സ്റ്റോർ ചെയ്യാനും പേടിണ്ടാവും. അപ്പൊ അവര് വേറെ ഇത് വേണ്ടെന്നാ പറയുന്നത്. ഇതിലൊന്നും കിട്ടൂല. പക്ഷെ എന്റെ വീട് ഇപ്പൊ കണ്ടപ്പോ ചോദിക്കണ്ട, ഞാൻ കൊടുക്കൂല. ഇപ്പൊ അവർക്ക് വേണോ? അപ്പൊ തട്ടിപ്പാണ്. ഞാനിത് ചെയ്ത് അവർക്കൊരു വീഡിയോ അയച്ചതിന്റെ ശേഷം ഞങ്ങൾക്ക് തന്നാലും ഞങ്ങൾ എടുത്തോളാണ്. അവനാന്റെ സ്വന്തം ബുദ്ധിന്നൊന്നുമില്ല. ആരാന്റെ ബുദ്ധിന്ന്
കിട്ടിയിട്ട് വേണോ അവർക്ക് അത് ചെയ്യാൻ. ഓക്കെ, ഇനിയിപ്പോ നിയമപരമായിട്ട് ഇത് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമാവോ? കാരണം ലിഥിയം അയൺ ബാറ്ററി കട്ട് ചെയ്യാൻ പാടുണ്ടോ? ഇത് കട്ട് ചെയ്യാൻ പാടില്ല. ഇതിൽ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി. പിന്നെ എന്താ പറഞ്ഞാൽ ഇത് നിങ്ങൾ കട്ട് ചെയ്യണ്ട. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് ഞങ്ങൾ കട്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ വളരെ സൂക്ഷ്മ. കാരണം അറിയിക്കാണെങ്കിൽ ഇതാ, ഇത് ഞങ്ങൾ കട്ട് ചെയ്യുന്ന തന്നെ ബാറ്ററിയുടെ അകത്തുള്ള ലിഥിയത്തിന് ഒരിക്കലും പരുക്ക് പറ്റാത്ത രീതിയിലാണ് ഞങ്ങൾ കട്ട് ചെയ്യുന്നത്. കാരണം പറഞ്ഞാൽ ഇതാ ശ്രദ്ധിക്കുക, ആദ്യം ഇങ്ങനെ വന്ന് ഇതാ ഇങ്ങനെ വന്നിട്ട് ഈ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. ഇതാ ഇവിടെ കണ്ടാലല്ല, ഹോൾസ് കണ്ടാലല്ല. ഇതാ കട്ട് ചെയ്യാത്തൊരു ബാറ്ററി, ഇതാ കട്ട് ചെയ്യാത്തൊരു ബാറ്ററി കണ്ടാലറിയാം. ഈ ഹോൾസ് ശ്രദ്ധിച്ചാലറിയാം, ഈ അറ്റം വരെ ഒന്നുമില്ല. പിന്നെ ഇതാ ഈ അടയാളം നോക്കുക, ഇവിടുന്ന് ഇതാണ് സാധനം. ലിഥിയം ഇവിടെ മുതൽ ഇവിടെ വരെയാണ്. മാർക്കിങ് ശ്രദ്ധിക്കുക, മാർക്ക്. അപ്പൊ ഇവിടെ കട്ട് ചെയ്താലോ ഇവിടെ കട്ട് ചെയ്താലോ ഇവിടെ കട്ട് ചെയ്താലോ ഇവിടെ അതിനുള്ളിൽ ഒരിക്കലും സെന്റർ കട്ട് ചെയ്യരുത്. പക്ഷെ കട്ട് ചെയ്യണം എന്നല്ല ഞാൻ ആരോട് പറയുന്നത്. കട്ട് ചെയ്യാൻ ആരും നിൽക്കണ്ട. ഞാനൊരു ഉദാഹരണം പറയാണ്. അപ്പൊ ഈ പുറത്തിട്ടിരിക്കുന്ന ഈ കെമിക്കലും ഈ അലുമിനിയവും ഇല്ലേ, ഇത് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടപ്പം പൊട്ടിത്തെറിക്കുന്നത് ഒരിക്കലും സംഭവിക്കില്ല. അത് ഇതായിരിക്കില്ല, ഇതായിരിക്കും, സ്കൂട്ടറിന്റെ ആയിരിക്കും. ഓക്കെ, ഈ ബാറ്ററി ചിലപ്പോ വെള്ളത്തിലിടാൻ പാടും. വെള്ളത്തിലിടാം. രണ്ടും ലിഥിയമാണല്ലേ? രണ്ട് ലിഥിയമാണ്. വ്യത്യാസമുണ്ട്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ കരിക്കട്ട വരുന്നത്, ഫുൾ കരിക്കട്ട. ഇത് ഞാൻ കട്ട് ചെയ്താ, ഇത് ഫുള്ള് കരിക്കട്ട വരുന്നത്. പക്ഷെ അതിലെ കരിക്കട്ടല്ലേ വരുന്നത്, അതിൽ പേപ്പറാണ് വരുന്നത്. പിന്നെ അതുപോലെ പലരുടെ വീട്ടിലും ഈ ആസിഡ് ബാറ്ററി പോയിട്ടുണ്ടാവും. ഏത് ബാറ്ററി? ആസിഡിന്റെ ബാറ്ററി ഉണ്ടല്ലോ, പഴയ ഓൾഡ് ബാറ്ററി, ലെഡ് ആസിഡ്. അത് പോയിട്ട് ഇൻവെർട്ടർ വർക്ക് ചെയ്യാതെ ഇരിക്കാവും. കാരണം വെച്ചാൽ ഏകദേശം ആ ബാറ്ററിക്ക് 16,000 ഉറുപ്പിക വരും അത് മാറ്റണമെങ്കിൽ. അപ്പോൾ കൂടുതൽ ചെലവില്ലാതെ ആ ബാറ്ററി ഒന്നുകിൽ ഞങ്ങൾക്ക് തരിക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വെക്കുക. അതായത് ഒരു 150 AH ബാറ്ററി ഏകദേശം 5,000 ഉറുപ്പിക മുതൽ 4,000 മുതൽ 5,000 രൂപ വരെ കിട്ടും. ഞങ്ങളെ ഈ ലെഡ് ആസിഡ് ബാറ്ററി, ഇത് ലിഥിയം ബാറ്ററി ഞങ്ങൾ അവിടെ നിങ്ങൾക്ക് അവിടെ കൊണ്ട് തരും. എത്ര AH, അതേ AH ഞങ്ങൾ തരും. നിങ്ങളുടെ ബാറ്ററി ഞങ്ങൾ എടുത്തിട്ട് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഞങ്ങളെ ബാറ്ററി തരിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു 4 പീസ്. ഒരു ഇൻവെർട്ടറിന്റെ 12 വോൾട്ട് ആണെങ്കിൽ 4 പീസ് വേണം. അപ്പൊ 72 AH കിട്ടും. ഈ 72 AH ഇത് ഓൾഡ് ബാറ്ററി ആയത് കാരണം 50 AH എന്തായാലും കിട്ടും. അപ്പോ ഇതിന്ന് ഒരു 4 സെറ്റ്, ഇതിപ്പോ ഒരു സെറ്റാ, ഇങ്ങനെ ഒരു 4 സെറ്റ്. അപ്പൊ 200 AH ആയി. ഈ 200 AH 12,000 ഉറുപ്പിക ഉള്ളൂ ഒരു വർഷം ഗ്യാരണ്ടിയിൽ. ഒരു വർഷം ഗ്യാരണ്ടിയിൽ 12,000 ഉറുപ്പിക. ഈ ബാറ്ററി ഞങ്ങൾക്ക് തിരിച്ചു തരുമ്പോ ഒരു സെല്ലിന് 350 ഉറുപ്പിക വെച്ച് ഞങ്ങൾ തിരിച്ചു തരും. ഒരു സെല്ലിന് 350 ഉറുപ്പിക വെച്ച് നിങ്ങൾക്ക് തിരിച്ചു തരും ചെയ്യും. അപ്പോൾ ചെറിയ പൈസക്ക് വീട്ടിൽ ചത്ത് കിടന്ന ഇൻവെർട്ടർ ഓപ്പൺ ചെയ്യാം. ഇൻവെർട്ടർ മാത്രമേ, ഇൻവെർട്ടർ UPS അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അതായത് ബാറ്ററിക്ക് ഓടുന്ന സാധനങ്ങൾ ഫുള്ള്. അതിപ്പോൾ ഒരു പെട്ടിക്കടയിലായാലും ശരി, ഇപ്പോൾ ലൈറ്റ് ഒക്കെ കത്തൂല, 12 വോൾട്ട് ലൈറ്റ്, അതിനൊക്കെ വളരെ ഉപകാരമാണ്. പിന്നെ വീടുകളിൽ ലൈറ്റ് കത്തിക്കാൻ കൂടുതൽ പൈസ. ഇനിയിപ്പോൾ കൂടുതൽ ലോഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ 2 സെറ്റ് വെച്ചാൽ മതി. അതിവിടെ എന്റെ വീട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്, കുറെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 സെറ്റ് വെച്ചാൽ മതി. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചത്ത് കിടക്കുന്ന ഇൻവെർട്ടറിന് കൂടുതൽ പൈസ മുടക്കാതെ. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഫാൻ ഉപയോഗിക്കുന്ന കാര്യമാണ്. ഇനി ഫാൻ അല്ല, നമുക്ക് ലൈറ്റ് മാത്രം തെളിഞ്ഞാൽ മതിച്ചാല് നിങ്ങളുടെ വീട്ടിലെ ബാറ്ററി കൊടുത്താൽ പിന്നെ എനിക്ക് ഒരു പൈസയും തരണ്ട. നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ബാറ്ററി ആ പൈസക്ക് ഞാൻ ഇവിടെ നിന്ന് തരും. വർക്ക് ചെയ്യാത്ത ബാറ്ററി എനിക്ക് തരിക. എന്നിട്ട് അത് ലൈറ്റ് ആവശ്യം കേട്ടോ, അത് ഫാനും കാര്യങ്ങളൊന്നും കിട്ടൂല. ഫാനും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഹെവി വേണം. പക്ഷെ വീട്ടിലേക്കുള്ള ലൈറ്റും കാര്യങ്ങളും അതിന് ഒരു പൈസയും വേണ്ട. നിങ്ങളെ ബാറ്റിംഗ് എടുത്ത് തരിക, ഞങ്ങൾ ലിഥിയം ബാറ്റിംഗ് ഒക്കെ കാണിച്ചു തരും. അത് 1 വർഷം ഗ്യാരണ്ടിയിൽ. പൈസ നിങ്ങൾ തന്നിട്ടില്ലെങ്കിലും 1 വർഷം ഗ്യാരണ്ടിയിൽ. ഞാൻ പോട്ടെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട സമയം തന്നെ ഒരുപാട് സന്തോഷം. താങ്ക് യു.